നമസ്കാരം. കഥയുടെ പേര് ആദ്യ സ്പർശം. 5 മക്കളെയും അമ്മയും അച്ഛനും കഷ്ടപ്പെട്ട് വളർത്തി. 4 പെണ്ണും ഒരാണും. എല്ലാവരെയും കഴിയുന്നത്ര നല്ല രീതിയിൽ പഠിപ്പിച്ചു. അതിരാവിലെ എഴുന്നേറ്റ് അമ്മ വിദ്യാർത്ഥികളായ എല്ലാവർക്കും പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്കുള്ള പൊതിയും തയ്യാറാക്കി കൊടുത്തു. വൈകിട്ട് കലാലയങ്ങളിൽ നിന്ന് അവരെത്തുമ്പോഴേക്കും വിശപ്പകറ്റാനുള്ള പലഹാരങ്ങളും ഉണ്ടാക്കി വെക്കുക പതിവായിരുന്നു. അല്ലയില്ലാതെ അവർ മക്കൾ 5 പേരും വളർന്നു. ഈശ്വരകൃപയാൽ വിദ്യാസമ്പന്നരായ അവർക്ക് ഏവർക്കും ജോലി കിട്ടി. ഗവൺമെന്റിലും സ്വകാര്യ സ്ഥാപനങ്ങളിലുമായി. പെൺമക്കളെ എല്ലാം യഥാസമയം കെട്ടിച്ചുവിട്ടു. മാതാപിതാക്കൾ ബുദ്ധിശൂന്യരല്ലായിരുന്നു. പയ്യന്മാരുടെ സ്വഭാവവും പഴയകാല ചരിത്രവും അന്വേഷിച്ചറിഞ്ഞിട്ടാണ് പെൺമക്കളെ അവർക്ക് നൽകിയത്. വീട്ടിൽ അച്ഛനും അമ്മയും മകനും മാത്രമായി. മരുമകളുടെ വരവിനായി അമ്മയും അച്ഛനും കാത്തിരുന്നു. വിവാഹിതരായി മറ്റു കുടുംബങ്ങളിലേക്ക് പോയ 4 പെൺമക്കൾക്ക് പകരമായി എത്തുന്ന ഏക മരുമകൾക്കായി ചേർന്നൊരു ബന്ധം അവർ കണ്ടുപിടിച്ചു. നല്ലൊരു കുടുംബത്തിൽ നിന്ന് വിദ്യാസമ്പന്നയായ ഒരു നാടൻ പെൺകുട്ടിയെ. പൊതുമേഖലാ സ്ഥാപനത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായ മകന് വേണ്ടി അവരങ്ങനെ ഉത്തമയായ ഒരു ജീവിത സഖിയെ തിരഞ്ഞെടുത്തു. 1000-ഓളം പേർ പങ്കെടുത്ത വിവാഹ മാമാങ്കം. ആൾപ്രതി 400-ലേറെ രൂപ ചെലവഴിച്ച് ബൊഫെ. ഓഡിറ്റോറിയത്തിൽ സംഗീത കച്ചേരി, അലങ്കൃതമായ അങ്കണം. കുഗ്രാമത്തിലെ ആ ആഡംബര വിവാഹം കെങ്കേമം. തീരമൊഴിഞ്ഞു. ആഴ്ചയൊന്ന് കടന്നുപോയി. മരുമകൾ ചായയുമായി എത്തുമെന്ന് കരുതി. കാലത്ത് മണി 8 അമ്മായിയമ്മ കട്ടിലിൽ കാത്തുകിടന്നു അതിമോഹത്തോടെ. അവൾ എത്തിയില്ല. ചായയുമായി രാവിലെ ആരുടെ അടുത്തേക്കും. പതിവ് പോലെ അമ്മായിയമ്മ അടുക്കളയിൽ കയറി. ദിനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒരു നാൾ രാവിലെ അടുക്കളയിൽ അതിഥിയായി മരുമകൾ എത്തി. അമ്മായിയമ്മ മീൻ വെട്ടുകയായിരുന്നു. അടുത്തു വന്നിരുന്ന് മരുമകൾ ആഗ്രഹം പ്രകടിപ്പിച്ചു. അമ്മേ, ഈ മീൻ ഞാനൊന്ന് പിടിച്ചോട്ടെ. ജീവിതത്തിൽ ആദ്യമായി അവൾ പച്ച മീനിൽ സ്പർശിച്ചു. കറി വെക്കാത്ത മത്സ്യത്തിൽ അവളുടെ ആദ്യ സ്പർശനമായിരുന്നു അത്. മരുമകൾ വന്നിട്ട് വേണം അടുക്കള അവളെ ഏൽപ്പിച്ച് വിശ്രമിക്കണമെന്ന് ആഗ്രഹിച്ച 60കാരി അമ്മയെയും മരുമകളുടെ വാക്കുകൾ സ്പർശിച്ചു. ഹൃദയത്തിൽ ആഴമായി, വേദനയോടെ.